ഹായ് ഫ്രണ്ട്സ്, രാജേഷാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്ന ഒരു വാഹനമാണ്. പക്ഷേ ഒന്നുകൂടെ മോടി കൂട്ടിയിട്ട് ആൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. കൂടെ വർക്ക് ചെയ്ത ആ സ്ഥാപനം കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോർമലി ഒരു വാഹനം ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പുറം ഭാഗത്തു നിന്നാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ആദ്യം നമുക്ക് ആ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇജാസ് ഡോക്ടറുടെ 1986 മോഡൽ മാർക്ക് 4-ൽ വരുന്നത് ടൊയോട്ടയുടെ 2C TDI എന്ന് പറയുന്ന എഞ്ചിനാണ്. ടൊയോട്ടയുടെ C ടൈപ്പ് ഫാമിലിയിൽ വരുന്നതാണ് ഈ ഒരു എഞ്ചിൻ. എ സീരീസ് ഓഫ് ഇൻലൈൻ 4 ഡീസൽ എഞ്ചിൻസ് എന്നാണ് C ടൈപ്പ് ഫാമിലിയെ പറയുന്നത്. ഈ ഒരു എഞ്ചിൻ വരുന്നത് ടൊയോട്ടയുടെ കൊറോണ എന്ന് പറയുന്ന പുറമേ കണ്ടുവരുന്ന വാഹനങ്ങളിലായിരുന്നു. 1974 cc ഈ ഒരു എഞ്ചിന് 73 HP at 4700 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 132 Nm at 4500 RPM ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്കാണ്. പിന്നെ ഈ വാഹനത്തിൽ പുതുതായിട്ട് ഇന്നോവയുടെ വൈപ്പർ വാഷർ ഇപ്പോൾ ആഡ് ചെയ്തതാണ്. ടാറ്റ സുമോ ഗ്രാൻഡിൻ്റെ ബ്രേക്ക് സിലിണ്ടറാണ് വരുന്നത്. ടാറ്റയുടെ തന്നെ മാസ് സിലിണ്ടറും ഈ വാഹനത്തിന് വരുന്നുണ്ട്. റേഡിയേറ്റർ നോക്കുകയാണെങ്കിൽ കസ്റ്റം മെയ്ഡാണ്. അത് നമ്മുടെ കോട്ടക്കിൽ നിന്ന് തന്നെ കസ്റ്റം ചെയ്തെടുത്ത ഒരു വലിയ റേഡിയേറ്ററാണ്. ക്വാളിസിൻ്റെയാണ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. റേഡിയേറ്റർ ഫാന് ടാറ്റ സുമോയുടെ ഒരു വലിയ ഫാനാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഈ ഒരു വാഹനത്തിന് സൗണ്ടും വളരെ കുറവാണ്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാഹനം നമുക്കൊന്ന് അടുത്ത് കാണാം. നല്ലൊരു അട്രാക്റ്റീവ് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു വാഹനം വരുന്നത്. എപ്പോഴും ഒരു ക്ലാസിക് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രില്ലിലെ ഭാഗങ്ങളിലും ആ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ മോണോഗ്രാം മാർക്ക് 1 മാർക്ക് 2-ൽ വരുന്ന ഓൾഡ് ടൈപ്പാണ്. ആ ഒരു മെഷ് സെൻറ്ററിൽ കൊടുത്ത് ബാക്കി ഭാഗങ്ങളെല്ലാം ആ ക്രോം ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. 2 റൂട്ട്സിൻ്റെ ഹോണ് പുറമേ വെച്ചിട്ടുണ്ട്. അഡീഷണലായിട്ട് 2 ലൈറ്റുകൾ താഴെ ബമ്പറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഫോഗ് ലാമ്പും വരുന്നുണ്ട്. ഒരു റൗണ്ട് ടൈപ്പ് ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റ് അസംബ്ലിയാണ് ഈ വാഹനത്തിന് കൊടുത്തത്. മുന്നേ കണ്ട ടൈമിലും ബ്ലാക്ക് പെയിൻ്റ് തന്നെ ആയിരുന്നു. ഇന്ന് ആ പെയിൻറ്റ് ഒന്നുകൂടെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തതാണ്. വർക്കിൻ്റെ ചില ഫോട്ടോസ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പ്രൈമറാണ്. ഇതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കടഞ്ഞെടുത്ത് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞൊരു വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. 1986 മോഡൽ അംബാസഡർ ഈ ഒരു രീതിയിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓസം വർക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് പോളിഷിങ് ബാക്കിയുണ്ട്. പക്ഷേ ഞാൻ അതിന് കൊടുക്കാതെ ഇങ്ങ് റിവ്യൂ ചെയ്യാൻ എടുത്തതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 4 വീലും റാഡോയുടെ 15 ഇഞ്ച് അലോയ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഹൈപ്പർ സിൽവർ കളർ പെയിൻ്റാണ് അതിനടിച്ചിരിക്കുന്നത്.
ടയർ യൂസ് ചെയ്തത് സ്കോഡയുടെ 195/60/15 എന്ന് പറയുന്ന സൈസിലുള്ളതാണ്. ടാറ്റ സുമോയുടെ ബൂസ്റ്റർ ഞാൻ കാണിച്ചു തന്നു. ഒരു റെഡ് ഫിനിഷിങ്ങിൽ ഇതിൻ്റെ ഡിസ്കിൻ്റെ കവറും കൊടുത്തിട്ടുണ്ട് റെഡ് കളർ പെയിൻറ്റിൽ. ഇതാണ് ഒരു ചെറിയ ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഒരു വൈറ്റ്, എനിക്ക് തോന്നുന്നു സെന്നിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പാണിത്. പെയിൻറ്റിങ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഫിനിഷിങ്. ഒരു വേണാടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ താഴെയുള്ള മാറ്റ് ഒരു ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചാണ് നല്ല ഫിനിഷിങ്ങിൽ. വണ്ടിയുടെ മിറർ നോക്കുകയാണെങ്കിൽ ആൾട്ടോ 800 വരുന്ന മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഡോർ പുതിയ ബീഡിങ് ആയതുകൊണ്ടാണ് ഡോർ അടയാൻ ഒരു പ്രയാസം. ഈ ഡോറിൻ്റെ ഹാൻഡിൽസൊക്കെ വരുന്നത് സ്കോർപിയോയുടെയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഒരു ഇത് വരുന്നത്, പ്രസ് വരുന്നത്. എന്നിട്ട് നമുക്ക് തുറക്കാം. ട്വിൻറ്റഡ് ഗ്ലാസ് ആണ് വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂൽ ഫില്ലിങ്ങിൻ്റെ ക്യാപ്പ് തുറക്കുന്നത് ഇവിടെയാണ്. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഓൾഡ് ആൻഡ് ന്യൂ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാക്ക് ചെയ്തിരിക്കുന്നത്. ഡിക്കിയുടെ ഇഞ്ചസ് നോക്കുകയാണെങ്കിൽ വളരെ പുതിയ മോഡൽ, ന്യൂ മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് ഇതിന് വരുന്നുണ്ട് താഴെയായിട്ട്. പിന്നെ ബമ്പർ തന്നെ സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. 4 സെൻസറുകൾ ബമ്പറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബമ്പറിൻ്റെ സെൻട്രലായിട്ട് ലൈറ്റും. പുറകിൽ ബ്രേക്ക് ലൈറ്റ് ഒരു പുതിയ മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ക്രോമിൻ്റെ ഒരു കവറിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിന് മുകളിലുള്ള ലൈറ്റിൻ്റെ എല്ലാം അസംബ്ലി പഴയ മോഡലാണ്. ഏറ്റവും പുറകിൽ മുകളിലായിട്ട് ബീഡിങ് വരുന്നത് പഴയ മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് മീശ പോലെ ഇറങ്ങുന്നത്. ഡിക്കിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സൗണ്ട് പ്രൂഫിങ് ചെയ്താണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം. പിന്നെ നമ്മുടെ വൂഫറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഫ്രണ്ട് ഡോർ തുറന്ന് നോക്കിയാൽ ആദ്യം ശ്രദ്ധയപ്പെടുന്ന ഒരു ഹാൻഡ് ബ്രേക്കാണ്. ഡ്രൈവർ സീറ്റിന് താഴെയായിട്ട് ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ യൂസ് ചെയ്തിരിക്കുന്നത് മാരുതി സെന്നിൻ്റെ ഡാഷ്ബോർഡാണ്. എല്ലാ യൂണിറ്റും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് വരുന്നത് സാൻഡ്രോയുടെയാണ്. പവർ സ്റ്റിയറിങ്ങിൻ്റെ കിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഹ്യുണ്ടായുടെ എലൻഡ്ര എന്ന് പറയുന്ന മോഡലാണ്. ഡാഷ്ബോർഡിന് നല്ലൊരു കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ സെൻട്രൽ കൺസോളിലായിട്ട് സ്പീക്കറെല്ലാം കാണാം നമുക്ക്. വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്ന സീറ്റ് സ്കോഡയുടെയാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോർമൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിന് പുറമെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. സെൻറ്റർ കൺസോളിലായിട്ട് ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. ഇതിന് മുന്നിലായിട്ട് പവർ വിൻഡോയുടെ സ്വിച്ചുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ 5 സ്പീഡ് ഗിയർ ബോക്സ് കാണാം. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് തന്നെയാണ് ഇതിൻ്റെ AC യൂണിറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മാരുതി സെന്നിൻ്റെ ഡാഷ്ബോർഡ് പെർഫെക്റ്റ്ലി അംബാസഡറിന് ഫിറ്റാണ്. എല്ലാ യൂണിറ്റുകളും ആ ഒരു ഡാഷ്ബോർഡ് തന്നെ കണക്റ്റും ചെയ്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ ആണെങ്കിലും ഹാൻഡ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ലൈറ്റ് ഇൻഡിക്കേഷൻസ് എല്ലാം നമുക്കിതിൽ കാണാം. അംബാസഡറിൻ്റെ ലാസ്റ്റ് കാലങ്ങളിൽ ഇറങ്ങിയ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഡാഷ്ബോർഡ് ഒന്നുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന്. പക്ഷേ ഈ ഒരു ഡാഷ്ബോർഡ് കാണുമ്പോൾ നമുക്ക് ഇതൊരു നല്ല പെർഫെക്റ്റ് മാച്ച് ആവുന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത്.
പുതിയ വാഹനങ്ങൾക്ക് വരുന്ന ഒരു സൺഷെയ്ഡ് എല്ലാം വെച്ചിട്ടുണ്ട്. റൂഫിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ടോപ്പ് റൂഫിന് കൊടുത്തിരിക്കുന്നത്. പൊന്നാനിയുടെ മെട്രോ അപ്പോളിസ്ട്രി വർക്ക്സ് ആണ് ഈ ഒരു വർക്കെല്ലാം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൽ വരുന്ന എക്സ്പ്ലോറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഫ്രണ്ടിൽ 2 സ്പീക്കേഴ്സ്, ബാക്കിൽ JBLൻ്റെ 2 സ്പീക്കേഴ്സ്, 1300 വാട്ടിൻ്റെ സബ് വൂഫർ യൂസ് ചെയ്തിരിക്കുന്നു JBL. സോണി എക്സ്പ്ലോറിൻ്റെ ആംപ്ലിഫയറും യൂസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ലൈറ്റുകൾ കൂടെ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നമ്മൾ വെയിറ്റ് ചെയ്ത് കീ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹ്യുണ്ടായിയുടെയാണ് എംബ്ലം വരുന്നത് കീയിൽ. സെൻട്രൽ ലോക്കിംഗ് ആണ് വാഹനം. നമുക്ക് തുറക്കാം. ഓക്കെ, എൻ്റെ പെണ്ണെ കുറച്ചേരൊന്നും ഉണ്ടാതിരി. റിവേഴ്സ് സെൻസർ കുറച്ച് നിലവിളിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തെ പറ്റി 2 വാക്കിൽ പറയുകയാണെങ്കിൽ ടൊയോട്ടയുടെ പവറും ഹ്യുണ്ടായിയുടെ പവർ സ്റ്റിയറിങ്ങും. എനിവേ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ്. ഓൾമോസ്റ്റ് ക്വാളിസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് നമുക്കിത്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 20 to 21 ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. AC യൂസ് ചെയ്യുകയാണെങ്കിൽ 90 to 20 കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിവേ വണ്ടി സൂപ്പറാണ്. ഒന്ന് ഓടിക്കുമ്പോൾ, ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഡോക്ടർ ഇജാസ് ബായ്ക്ക് കറക്റ്റായിട്ട് അറിയാം ഏതൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ എടുക്കണമെന്ന്. നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ, ഹാറ്റ്സ് ഓഫ്. വാഹനത്തിൻ്റെ ആക്സിലറേഷൻ കുറച്ചൊന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും റൈഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഈ വാഹനം തിരിച്ച് 52 മോട്ടോഴ്സിൽ കൊടുത്തിട്ട് യാത്രയാവും. അവരൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഓക്കെ, ദെൻ പോവാം.
മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ് വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് മഴ പെയ്യാന്ന് വെച്ചാൽ നല്ല ലക്ഷണമാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ്. ഏതായാലും നമ്മളെ വർക്കെല്ലാം വീഡിയോയുടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മഴ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് 52 മോട്ടോഴ്സിലാണ്. നമ്മുടെ പാച്ചൊക്കെ എടുക്കുന്ന ബാലേട്ടുണ്ട് കൂടെ, പിന്നെ പെയിൻറ്റർ രാമേന്ദ്രേട്ടനൊക്കെ ഉണ്ട്. ഇവരാണ് ഇപ്പോൾ വണ്ടിയുടെ ഈ വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ അജിത്ത് ഭായ് നമുക്ക് ഈ പെയിന്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ഏകദേശം എത്ര ടൈം എടുക്കും ഈ ഒരു വാഹനം പെയിന്റ് ചെയ്ത് വരാൻ? ഏകദേശം ഒരു വണ്ടി റിമൂവ് ചെയ്ത് അടിക്കുമ്പോൾ ഒരു 45 ദിവസത്തിൻ്റെ ഉള്ളിൽ വർക്ക് കഴിഞ്ഞ് കിടക്കേണ്ടതാണ്. 45 ദിവസം മതി പെയിന്റ് റിമൂവ് ചെയ്ത് അടിക്കാൻ. പെയിന്റ് റിമൂവ് ചെയ്ത് അടിക്കാം. പാർട്ടി ഏതാ കളറാണോ വേണ്ടത്, ഏത് കമ്പനിയാണ് വേണ്ടത് പറഞ്ഞാൽ അതാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ഇവിടെ എന്തൊക്കെ വർക്കാണ് എടുക്കുന്നത്? ഇവിടെ പാച്ച് നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നതാണ്. സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, പെയിൻറ്റിങ്, പാച്ച് വർക്ക്, മൊത്തമായിട്ട് വണ്ടി വർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പാർട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യും? പഴയതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ പോയിട്ട് എടുത്തു കൊണ്ടുവരിക. പുറത്തുനിന്നൊക്കെ വരുത്തുക, കൊറിയറായിട്ട് വരുത്തുക. ഈ ഒരു വൈറ്റ് ഇപ്പോൾ പെയിന്റ് കഴിഞ്ഞതാണ്? വൈറ്റ് കഴിഞ്ഞതാണ്. അത് പോളിഷ് ചെയ്തില്ല, പോളിഷ് ചെയ്യാറുണ്ട്. ഈ ഒരു ഭാഗം ഇപ്പോൾ അവർ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വൈറ്റ് വണ്ടിക്ക് വേണ്ടിയിട്ട് പവർ വിൻഡോയുടെ ഒക്കെ കണക്ഷൻ ഇതിൽ കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ മദ്രാസിൽ നിന്ന് ഒരു വിൻറ്റേജ് പാർട്ട് അവർ വരുത്തിയതാണ് കൊറിയർ വഴി. അപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ ഓണറുടെയും വാഹനത്തിൻ്റെ വർക്കെടുത്ത സ്ഥലത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.